നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ഭൂമിയിലാണ് നാം എല്ലാവരും ജീവിക്കുന്നത്. മാനുഷികമായി നാം ഉണ്ടാക്കുന്ന ധാരാളം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ പ്രതിസന്ധികളുടെയൊക്കെ നടുവിൽ എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയുമെന്നതിനെ ചൊല്ലി വിഷാദിക്കുന്നവരും സങ്കടപ്പെടുന്നവരൊക്കെയുണ്ട്. പല പ്രശ്നങ്ങളുടെയും കാരണം നാം തന്നെയാകുമ്പോൾ മറികടക്കുക എളുപ്പമല്ലെന്നും എനിക്കറിയാം. പക്ഷേ എത്ര വലിയ വേദനയാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ നമ്മുടെ അകത്ത് ഒരല്പമെങ്കിലും മാനവികത ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് സാധിക്കുമെന്നത് ഒരു സത്യമായ വസ്തുതയാണ്. ഞാനത് പറയുമ്പോൾ പരസ്പരം സ്നേഹിക്കാനും കൈത്താങ്കലാകുവാനും കരുതുവാനുമൊക്കെ നമുക്ക് കഴിയണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓഷ്വിറ്റ്സ് ക്യാമ്പിൽ പാർത്തിരുന്ന ഫാദർ മാക്സിമിലിയൻ കാൾബി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കഥ കേട്ടിട്ടുണ്ട്. നാസികളുടെ ഭീകരമായ തടവറയിൽ വളരെ കിരാതമായ ഒരവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ഒരു കാലഘട്ടം. ആ തടവറയിൽ നിന്ന് എങ്ങനെയോ ഒരാൾ രക്ഷപ്പെടുവാനിടയായി. കലിപൂണ്ട ജർമ്മൻ നാസികൾ ഓരോ ദിവസവും ആ കൂട്ടത്തിൽ 10 പേരെ പിടിച്ച് പട്ടിണിക്കിട്ട് കൊല്ലുവാനായി അവർ കൽപ്പന പുറപ്പെടുവിച്ചു. അങ്ങനെ ഒരു പ്രാവശ്യം 10 പേരെ കൊല്ലുവാനായിട്ട് അവർ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകുമ്പോൾ മാക്സിമിലിയൻ കാൾബി എന്ന മനുഷ്യൻ പറഞ്ഞു, അതിലൊരാളെ മാറ്റി നിർത്തുക, അദ്ദേഹത്തിന് പകരം പട്ടിണി കിടന്ന് ചാകുവാൻ ഞാൻ തയ്യാറാണ്. ജർമ്മൻകാരെ സംബന്ധിച്ച് ആരായാലും അവർക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഒരാളെ മാറ്റി നിർത്തിയിട്ട് അതിനു പകരം കാൾബി എന്ന മനുഷ്യനെ പട്ടിണിക്കിട്ട് കൊല്ലുവാനായി അവർ കൊണ്ടുപോയി. 2 ആഴ്ച ആഹാരമൊന്നും കൊടുക്കാതെ വളരെ വളരെ പ്രയാസത്തോടെ കാൾബി ആ തടവറയിൽ കഴിഞ്ഞുകൂടുകയാണ്. 2 ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തെ മാരകമായ മരുന്ന് കുത്തിവെച്ച് ജർമ്മൻ നാസികൾ കൊല്ലുവാനിടയായി. ഈ സംഭവം ആ തടവറയിൽ ഒരു വലിയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷം ഓഷ്വിറ്റ്സ് തടവറയിൽ ഈ സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു മനുഷ്യൻ്റെ വിവരണം കരളലിയിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ആ തടവറയിൽ ഈ ഒരു വ്യക്തി ഏറ്റെടുത്ത ആ വലിയ ത്യാഗം ഉണ്ടാക്കിയ അലയൊലികൾ ഒട്ടും ചെറുതല്ല. എങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിച്ചാലും പീഡിപ്പിക്കാൻ ശ്രമിച്ചാലും ഏതെല്ലാം വിധത്തിൽ തച്ച് തകർക്കാൻ ശ്രമിച്ചാലും മാനവികത വറ്റിപ്പോകാത്ത ഒരാളുടെ പ്രയത്നം വൃഥാവല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പരസ്പരം സ്നേഹിക്കുന്നതും കരുതുന്നതുമൊക്കെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എത്രയാണെന്ന് അവിടെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഒരുപക്ഷെ അധികാരത്തോടെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ബലഹീനരായ ആളുകളെയൊക്കെ വേദനിപ്പിക്കാനും പീഡിപ്പിക്കുവാനുമൊക്കെ കഴിഞ്ഞെന്ന് വന്നേക്കാം. പക്ഷേ അതിൻ്റെ അർത്ഥം മാനവികത നഷ്ടപ്പെട്ടു പോയി എന്നല്ല. ആ അംശം ഇന്നും ശേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഏത് പീഡനത്തിന് നടുവിലും ജയിക്കുവാൻ, മറികടക്കുവാൻ മാനവികതയുടെ ഒരല്പം അംശമുണ്ടെങ്കിൽ സാധിക്കുമെന്നതാണ്. ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ എവിടെ നോക്കിയാലും മൂകമായ മ്ലാനമായ ജീവിത സാഹചര്യങ്ങളും
സങ്കടപ്പെടുത്തുന്ന വാർത്തകളൊക്കെ ആയിരിക്കും നാം കാണുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം നന്മ ഇല്ലാതെ പോയി എന്നല്ല. നന്മയുള്ള മനുഷ്യരുണ്ട്. മാനവികതയുടെ അംശം വറ്റിപ്പോകാത്ത ഒരുപാട് ആളുകളുണ്ട്. നാം ഒരുമിച്ച് അങ്ങനെ നിന്നാൽ, പ്രയത്നിച്ചാൽ എത്രയോ ആളുകൾക്ക് ധൈര്യവും സമാധാനവും പ്രോത്സാഹനവും ഒക്കെ പകരുവാൻ നമ്മെക്കൊണ്ട് കഴിയും. അതുകൊണ്ട് മാനവികതയുടെ അംശം ഒട്ടും വറ്റിപ്പോകാതിരിക്കേണ്ടതിന് നമുക്ക് പ്രയത്നിക്കണം. ഒരുപാട് പേർക്ക് പ്രയോജനമാകുവാൻ നമുക്ക് സാധിക്കും. ഒത്തിരി ആളുകളെ കൈത്താങ്ങുവാൻ, കൈപിടിച്ചുയർത്തുവാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി പ്രയത്നിക്കൂ. നന്മ വറ്റിപ്പോകാതിരിക്കട്ടെ.